Eva, what do you think about the car? What do you think about the car? Is it a good one? Yeah, it's a good one. Yeah. It's not that noisy. Yes. No. No. ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുവാണ്. അപ്പോൾ നമുക്കൊന്ന് എഡിൻബ്രോ NC500 കഴിഞ്ഞ് ഇനി നമ്മൾ സ്കോട്ട്ലൻഡ് ഉടനെ വിടുന്നില്ല. പക്ഷെ ഞങ്ങൾ എഡിൻബ്രോ അവിടെ നിന്ന് പോയി അതുവഴി തിരിച്ച് എന്തുള്ള പറ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാപ്പ് എടുക്കേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടേക്കാണ് പോകുന്നതെന്ന് പറ, അറിയട്ടെ. അത് കുഴപ്പമില്ല. എന്തായാലും NC500 കഴിഞ്ഞ് എഡിൻബ്രോ പോകാനുള്ള പരിപാടിയാണ്. പിന്നെ മിൽക്ക് ബാർ ഇല്ല. ചായ കുടിക്കാൻ പോകാം. ചായ കുടി മുഖ്യം. അപ്പോൾ ഇന്നലത്തെ പരിപാടി കഴിഞ്ഞ് NC500 എല്ലാം തീർന്ന് ഇനി അടുത്ത സ്കോട്ട്ലൻഡ് കംപ്ലീറ്റ് ആയിട്ട് വിടുന്നതിന് മുന്നേ എഡിൻബ്രോയും കൂടെ പോയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞങ്ങൾ നിന്ന സ്ഥലം. ഓക്കെ, ഇനി അടുത്ത വിഷ്വലുമായിട്ട് ഒട്ടിനെ വരാം, അടുത്ത ലൊക്കേഷനിൽ. എഡിൻബ്രോ എത്താൻ എത്ര ദൂരമുണ്ട്? ഇനി ഒരു 152 മൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 മണി. ഭയങ്കര ദൂരം, ഭയങ്കര വെയിൽ, കട്ടനിടേണ്ടി വന്നു. സൂപ്പർ ഡ്രൈവർ. സൂപ്പർ ഡ്രൈവറാണ്. വെറും 1454 മൈൽസ്, വെറും 13,500 കിലോമീറ്റർ ഒരു 4-5 ദിവസം കൊണ്ട് ഓടിച്ച ഡ്രൈവർ. സമ്മതിക്കണം. ഫോക്കസ് കണ്ടോ അവൻ്റെ? ഉറങ്ങാതെ ഓടിച്ചതിന്റെ പ്രധാന കാര്യം ഞാൻ ഞാൻ ഒരാളിടുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്റെ ഡിസ്കഷൻ കൊണ്ട് മണിക്കൂർ ക്ലാഷ് ഓഫ് ക്ലാൻ കളിക്കുന്ന അവൻ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ആരാ ക്ലാഷ് ഓഫ് ക്ലാൻ? നീയല്ലേ? 24 മണിക്കൂർ ക്ലാഷ് ഓഫ് ക്ലാൻ ഐഡിയ ഇരുന്നു. പാവങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടാക്കി കൊടുക്കില്ലേ? ഞാൻ ഒരാൾ കാരണം 3500 കിലോമീറ്റർ ഉറങ്ങാതെ അല്ലെ ഉറക്കം വരാതെ വണ്ടി ഓടിച്ചു. സത്യം പറഞ്ഞ പറത്തി വിടുക. അങ്ങനെ ഞങ്ങൾ എഡിൻബ്രോ എത്തിയിരിക്കുകയാണ്. പക്ഷെ അത് കുമാരെന്താ പറയുന്നു? കേട്ടില്ലടാ. ഈ പള്ളിയുടെ ഹിസ്റ്ററി ഒന്നെടുത്ത്. ഇതെന്ത് സംഭവം? ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നെടുത്ത് ഞാനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഫിഷോ? ഫുള്ള് ഫ്രെയിമിൽ കയറുന്നില്ലല്ലോ ഈ പള്ളി. ഒന്നും നോക്കിയില്ല, അതങ്ങ് വാങ്ങിച്ച്. സാധനങ്ങൾ കാണിച്ച സീൻ. ഞാനും വിചാരിച്ചു നമ്മളെ നോക്കുന്ന പോലെ ഇരിക്കുന്നില്ലേ. നോട്ടെ, അതെന്റെയാ. മറ്റേതെന്റെയാ? അല്ല, ഒരെണ്ണം എൻ്റെ. ഇതെൻ്റെ രണ്ടാമത്തെ വിസിറ്റാണ് ഇവിടെ. ഇവൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ അതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, അറിയാമല്ലോ. ഞാനിതെല്ലാം കണ്ടതാ. ഞാൻ ഇവിടെ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ഞാൻ ഇവിടെ കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ ശ്രീനി, നീ കറക്റ്റാ ഫ്രെയിമിൽ കയറി. ഇവിടം വരെ വന്നിട്ട് ഒന്നും വാങ്ങിച്ചില്ലേ? മോശം. അതുകൊണ്ട് ഇവിടെ തന്നെ
ഇവിടുത്തെ മേക്കാന്നാ പുള്ളി പറഞ്ഞത്. ഒരെണ്ണം വാങ്ങിച്ച്. യെസ് പ്ലീസ്. സാധനം ഇവിടെ ചെയ്തതിൻ്റെ പേരിൽ എത്ര ആൾക്കാർ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഇവിടുത്തെ തിരിച്ചു പോവുക. ഒരുപാട് സമയം നിർത്തണം എന്നുള്ളൊരു പ്ലാൻ ഇവിടെ ഇല്ലായിരുന്നു. ഓബിയസ്ലി ഏകദേശം ഞങ്ങൾക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാനായിട്ട് ഇന്ന് 5-6-7 മണിക്കൂറുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ ഇവിടെ തിരിക്കുക. ഇനിയും ഉണ്ട് കുറച്ച് പോകാനായിട്ട്. ദേ കിടക്കുന്നു ഞങ്ങളുടെ പടക്കുതിര. സൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റ് ആവാതിരിക്കും. ഒളി ആടുകൾ ആടിനെ ഓടിക്കണമെന്നുള്ള ആഗ്രഹം ഇതുവരെ നടന്നില്ലടാ. ഒരാഴ്ച വെയിൽ കൊണ്ട് കറുത്തു പോയില്ലയോ? നീ ഓൾറെഡി കറുത്തിരിക്കോ? വ്യൂസ് ആൻഡ് വ്യൂസ് only. അങ്ങനെ നമ്മൾ തിരിച്ച് ഇംഗ്ലണ്ടിലെത്തിയിരിക്കുന്നു. സ്കോട്ട്ലൻഡിൽ നിന്ന് നമ്മളങ്ങനെ ഒരുവിധം UK-യുടെ ചുറ്റും നടുക്കൂടെ എല്ലാം കറങ്ങി. ഇത് കണ്ടോ, 3000 കിലോമീറ്റർ ഓടിയതിൻ്റെ എഫക്റ്റ് കണ്ടോ? ഇത്ര സത്യപരം ഒരു ലോഡ് പ്രാണികൾ എവിടെ വന്ന് മരിച്ചിരിക്കുന്നു. ഡ്രാഗായ ഒരു പ്രാണികളുണ്ട് ഇവിടെ. ഇടിച്ച് അവിടെ പോയി മരിച്ച്. പാവം, അവനാണ് വേസ്റ്റ് ഡെത്ത് കിട്ടിയത്. ഇന്നത്തെ സ്റ്റേയിൽ ഇനിയും പോകണം. ഇനി എത്ര മണിക്കൂറുണ്ടോ? 1 മണിക്കൂറോ? വണ്ടി വന്ന് വണ്ടി വരരുതെന്ന് പറഞ്ഞപ്പോഴേനൊരു വണ്ടി വന്നു. എനിക്ക് ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം ഞാൻ ഒന്ന് കാണിച്ചു തരാം. അടിപൊളി വ്യൂ. നോക്കട്ടെ. ഓക്കെ, അടിപൊളി. ഇത് ഇംഗ്ലണ്ടിൻ്റെ ഭംഗി. സ്കോട്ട്ലൻഡ് വേറൊരു ലുക്കാണ്, ഇംഗ്ലണ്ട് വേറൊരു ലുക്കാണ്. അയ്യാ, ഉദ്ദേശിക്കുന്നു BMW. ഇവിടെ ഉള്ളമാർ ഈ 1 സീരീസ് എടുത്തിട്ട് അങ്ങ് നോക്കണം. പറത്തി വിടുന്നുണ്ട്. അലമ്പില്ലെന്നല്ല, ഇവിടുത്തെ മെയിൻ സാധനം 1 സീരീസ് എടുത്ത് പിള്ളേർ പണിയുക. എനിക്കൊന്ന് ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് റിയർ വീൽ ഡ്രൈവ് ഉള്ളത് അതല്ലയോ ഈ സെഗ്മെൻറ്റിനകത്ത്. ഇങ്ങനെ ഒരു ഹാച്ച് റിയർ വീല്. നമ്മുടെ സ്റ്റേ എവിടാന്നുള്ളത് അറിയണ്ടേ? ട്രാവലേഴ്സ് ഇൻ അങ്ങനെ നമ്മൾ
അല്ല സൈഡിൽ. ഡിഫൻഡർ പോർഷ് എൻ്റെ വണ്ടി അതുമായിട്ട് മാച്ച് ആകത്തുള്ളൂ. ഞങ്ങൾ ആ സ്റ്റാറ്റസ്കാരാണ്. ഇവിടെ തന്നെ ഫുഡ് കൊണ്ടുവരാ. വേണ്ട മെന്യൂ വേണ്ട. എവിടെയാണ് ഇതിൻ്റെ ചെക്കിങ്? ഓക്കെ, അതാന്ന് തോന്നുന്നു. Oh yeah. Yes. Where is the reception? We're checking in here actually. With me. With you? All right. Name is Sri Hari. For one night. Yeah, just for one night. Would you like a dinner? Yeah, we are thinking about it. Can we come back to you? Well, the kitchen is closing, so well, not now. Okay. Yeah, so the last order is 8:30. 8:30. What's yeah, the it's time? 8 o'clock now. Okay. So we'll give you a... Yeah, I think we'll come back to you in like 5 minutes if that's okay. Okay, so we can do this again. Oh yeah. And this way, please. Night. You need to be careful. Yeah, sure. I mean, everywhere. Just some information about you. And you are in room number 4. Awesome. Up the stairs is gonna be on your right hand side. All right. Okay. That's all done there, yeah? That's all done. That's all done. All right. Thank you. ഇത് പറയുന്നതിനെക്കാട്ടി വലുതാവല്ലേ. നമ്പർ 4. യോ യോ യോ. ആ 6. അത് മതി. ആ ഗ്യാപ്പിൽ കൂടെ ഞാൻ ഷോട്ട് എടുക്കട്ടെ പുറത്ത്. ആട്ടെ, ഏതോ ഒരു ബൈക്ക് വരുന്നുണ്ട്, അവനെ നമുക്ക് എടുക്കാം. മെനു ഒക്കെ കണ്ടോ? G6 ആണെന്ന് തോന്നുന്നു. തണുത്തോളം ചിലപ്പോൾ എന്തായാലും സുഖം. Yes, I'll have 2 double smash burger. 2 burgers, yeah? Yeah, 2 burger please. Thank you. Awesome. Anything else? No, that's all. Thank you. പുള്ളി പറഞ്ഞു കേട്ടോ 1639 പണിഞ്ഞ ബിൽഡിംഗ് ആണ്. ആള് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. നമ്മൾ NC ഫാൻഡ് തീർത്തതിന്റെ സെലിബ്രേഷൻ ഇവിടെ. Yes, please. Everything was alright. Everything was awesome. 25 is 43.60, please.
Yeah, thank you so much. അങ്ങനെ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞ് ഇനി പെട്ടിയൊക്കെ എടുത്ത് അകത്ത് കൊണ്ട് വെക്കണം. തുറന്നേ. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും വിചാരിക്കുമായിരിക്കും നമ്മൾ ട്രാവൽ വ്ലോഗ് ചെയ്യുമായിരിക്കും. പക്ഷേ ഈ ട്രിപ്പ് കഴിയും നമ്മുടെ ട്രാവൽ വ്ലോഗ് കഴിയും, പിന്നെ ഡെയിലി ലൈഫ് ആവും വ്ലോഗ്. അപ്പോൾ ഇനി റെസ്റ്റ്, ഇനി പിന്നെ കാണാം. അടുത്ത ദിവസമായി നമ്മൾ പോവുകയാണ് ഇവിടുന്ന്. പ്ലീസ് ഡു നോട്ട് പാസ് ബിയോണ്ട് ദിസ് പോയിന്റ്. അയ്യാ ചെക്ക്. യെസ്, number 4. Are you coming No, for breakfast? not today, not today. Nothing else to pay. Awesome. It's just the breakfast. All right, good to go. Yeah, thank you so much. തൊണ്ണൂറ്റെട്ട്. അങ്ങനെ 200 മൈൽ ഓടി വീണ്ടും ഞങ്ങൾ ഒരു ബ്രേക്ക്. ഏതെങ്കിലുമൊക്കെ പ്രസ് ചെയ്താൽ മതി. ആ, ഒരു ഫുൾ വീട്. ശരി, ഈ വീട് അല്ലെങ്കിലോ? ചെടിയൊക്കെ തോന്നിയിരുന്നല്ലോ. എല്ലാം ഇതെന്ത് കർട്ടനൊക്കെ ഇട്ടല്ലയോ? ഓ വിഷയം. ചായ, ചായ നമുക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കും. ആ, ഇവിടെ സെറ്റ് വീടാ. അങ്ങനെ ഇന്നത്തെ ഫുഡ് അടിയെല്ലാം ഇവിടെ ആയിരുന്നു. ഇനി ഒരു ചായ കുടിക്കാൻ പുറത്തോട്ട് പോവാം. ബ്രോസ്കി, വാ പോവാം. ശ്രീ വാ പോവാം, വാ. ചായ കുടിക്കാൻ പോവാം. കണ്ണാടി വെച്ച് ചായ കുടിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ റൈഡ് ഇതാണ്. നമ്മുടെ ഇവിടുത്തെ ഫോർഡ് ഫിയസ്റ്റ ഇങ്ങനെ. കയറി നേരെ. എന്റെ ടയർ കണ്ടോ ഇത്രയും കാണും, താഴേന്ന് ഇങ്ങനെ. നിന്റെ താഴേന്ന് ഇത്ര കാണും. ഇതിന്റെ ഒരു ടയറിന് ഒരു കട്ടുണ്ട്. കാണിച്ചത് ആ കട്ടുള്ള
കോപ്പിയാണ് എൻ്റെ. അത് ഞാൻ തന്നെ അതൊന്ന് ലൈറ്റ് വെച്ച് കൊടുത്തു. ഇവിടെ നമ്മുടെ ചായ് മോല. അതല്ലേ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. ഷോ മാത്രം. ആ കേറി ഇറങ്ങി. ആ പൂക്കേക്ക് കഴിക്കണം. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്നു. ഇനി എത്ര കിലോമീറ്റർ? ഇനി 3 മണിക്കൂർ 200 മൈൽ പോകണം. ഓഫ്. അടുത്ത പ്രാവശ്യം നമ്മൾ പോവുക. ഗോയിങ് ബാക്ക് ടു കാൻറ്റർബറി. മറന്നോ? 3.5 മണിക്കൂർ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് റീസെറ്റ് ആവും. 1000 മൈൽ ഓടിക്കഴിഞ്ഞ് അത് റീസെറ്റായി. സെറ്റ്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് കിടക്കുന്ന മോനെ എൻ്റെ വണ്ടി. ആരാടാ ഇവൻ? പന്ത്രണ്ട് മണിക്ക് വരണം. നമ്മൾ 20 മിനിറ്റ് മുന്നേ എത്തി. നമ്മളെ ഇത്രയും പെട്ടെന്ന് എത്തിച്ച ശ്രീഹരി ബായിക്ക് നന്ദി. അല്ല, പിന്നെ വന്ന പുറകെ തന്നെ ഞങ്ങൾ കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങി. ഒരു രക്ഷയില്ലാത്ത ക്ഷീണമായിരുന്നു. അങ്ങനെ ഇന്നൊരു ഫ്രഷ് ഡേ ആണ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ഇവിടെ കിടന്ന് പൊടിയും മണ്ണും അടിച്ച് കിടക്കുക. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യണം. ഇതാണ് ഇന്നത്തെ പരിപാടി. ഇതിനിടയിൽ കൂടെ ഞാൻ കുറച്ച് സാധനം ഓർഡർ ചെയ്തായിരുന്നു. കാണിച്ചു തരാം എന്ത് വന്നു. അൺബോക്സിങ് ഇവിടെ ആയിക്കോട്ടെ. ഫോൺ എടുക്കുന്നു. ഫോൺ വെച്ചോട്ടെ. ഓപ്പൺ ദ ഡോർ മോനെ. അത് ആവശ്യമില്ലായിരുന്നു. എന്നാലും അൺബോക്സ് ചെയ്തോ. സാധനം കണ്ടോ? ഇനി നമ്മൾ മെമ്മറി ഒരിക്കലും ഔട്ടാവില്ല, ചാർജ് ഒരിക്കലും ഔട്ടാവില്ല, ക്യാമറയ്ക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ എന്നറിയാം, DJI Osmo Pocket 3. അതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഇതൊരു ഭംഗിക്ക് വാങ്ങിച്ച ഇടാൻ. വേറെ പോയി
പുറത്ത് പോയി കഴുകണമെന്ന് വിചാരിച്ചേ, പക്ഷേ വേണ്ട, നമുക്ക് ഇവിടെ തന്നെ കഴുകാമെന്ന്. ആരാ അത്? നമ്മുടെ നോക്കി. ഒരാഴ്ച കൊണ്ട് മൊത്തം അഴുക്കായി. എല്ലാവരും വിചാരിക്കും വണ്ടി തന്നെ ആണോ കഴുകുന്നത്. പ്രൊമോഷനാണ്. ഈ ബ്രാൻഡുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിട്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഇല്ല. ഇത് അടിച്ചു കഴിഞ്ഞാൽ കാർ ഷൈനി ആവും. ഈവ, what do you think about the car? What do you think about the car? Is it a good one? Yeah, it's a good one. I like it. You like it? Eva was complaining it's very noisy. Yeah. Is it? Yeah. It's not that noisy. Yes. No. No, it's not. It's a little bit loud. I know, I mean. Sound ഉണ്ടായി? Nah. It's not that loud. കേരളത്തിൽ ഇതൊരു നോർമൽ സൗണ്ടാ. Yeah. എല്ലാരും അവിടെ നാട്ടിൽ പോയപ്പോഴേ ഇപ്പൊ അടുത്ത് നാട്ടിൽ പോയി. അപ്പൊ എല്ലാ രാത്രി അവിടെ പുറത്തിറങ്ങുമ്പോൾ നല്ല വെടിക്കെട്ടിന്റെ സൗണ്ട്. അത് പിള്ളേർ പറപ്പിക്കുന്ന. ട്രിവാൻഡ്രം കൊല്ലം അവിടുന്നുള്ള വണ്ടികൾ. It's already shiny, right? Oh, you're saying I made it shiny. Yeah, it's actually pretty shiny. Yeah. But inside Thanks to me. it has to be. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് വണ്ടി കഴുകലും പെട്രോൾ അടിയും ഒക്കെ ആയിട്ട് പരിപാടിയെല്ലാം തീർന്ന് ഇനി അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം.